ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ആക്ച്വലി ഇന്ന് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്തിരുന്നതല്ല കേട്ടോ. ബിക്കോസ് എന്നും ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഒന്നുമില്ല ഹോം കെയർ സർവീസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷൂട്ടൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. പക്ഷേ ഇന്ന് കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓർത്ത് റൂമിൽ വന്ന് വെറുതെ ബോറടിച്ചിരിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഒരു വീഡിയോ അങ്ങ് സെറ്റാക്കിയേക്കാം എന്ന്. ഞാൻ ശരിക്കും ഈ അവസരത്തിൽ എൻ്റെ അമ്മയും ചേച്ചിയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു. കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോഴത്തേക്കിനും വീട്ടിലായിരുന്നെങ്കിൽ അവർ വല്ല ചായയോ പലഹാരമോ ഒക്കെ ഉണ്ടാക്കി കാത്തിരുന്നാൻ, അല്ലെങ്കിൽ എൻ്റെ പുറകെ നടന്നാനെ കഴിക്കുമോളെ എന്നും പറഞ്ഞു. പക്ഷേ ഇവിടെ ആരും പുറകെ നടക്കാനും ഊട്ടിക്കാനും ഒന്നുമില്ല. ഞാൻ തന്നെ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുക, ഞാൻ തന്നെ കഴിച്ചു തീർക്കാം. ജോലി തുടങ്ങിയാൽ പിന്നെ ഒരു നിർത്തേ ഉണ്ടാവില്ല അല്ലേ, കണ്ടിന്യൂസ് ജോലിയാണ്. ആക്ച്വലി എനിക്ക് വീട്ടു ജോലി ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട പരിപാടികളൊന്നും താല്പര്യമില്ല കേട്ടോ. അങ്ങനെ എങ്ങാനും ഒരു അവസരം വന്നാൽ ഞാൻ നൈസായിട്ട് സ്കൂട്ടാവാറാണ് പതിവ്. എനിക്കിഷ്ടമല്ല. പക്ഷേ വീട്ടുജോലി ചെയ്യുന്നത് മോശം കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അതൊക്കെ ഒരു സ്കില്ലാണ്. എല്ലാം ഓർഗനൈസ് ചെയ്ത് എല്ലാ ഉത്തരവാദിത്തത്തോടു കൂടി എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് ഞാൻ ഇപ്പോഴും പറയാണ്. ഇനി കുറച്ച് അരിയും ഉഴുന്നും ഇരിക്കുന്നത് നമുക്ക് അരച്ച് റെഡിയാക്കി വെക്കാം കേട്ടോ. നാളത്തേക്ക് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഇഡലിയും ദോശയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. കാരണം ഈ അരി അരയ്ക്കുക, അല്ലെങ്കിൽ അത് മാവ് പ്രിപ്പയർ ചെയ്യുക, ബാറ്ററൊക്കെ ആക്കുക, അതൊക്കെ ഇച്ചിരി വലിയ പണിയാണ് കേട്ടോ. അതൊക്കെ വലിയ ടാസ്ക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതല്ലേ, തലവേദനിക്കാൻ തുടങ്ങി. എങ്കിലൊരു ചായയൊക്കെ കുടിച്ച് റിലാക്സ് ആയിട്ടിരുന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഞാൻ നല്ലൊരു കുക്കാണെന്ന് അവകാശപ്പെടുന്നില്ല, പക്ഷേ എൻ്റെ ചില കറികൾ നന്നായിട്ട് ക്ലിക്കാവാറുണ്ട് കേട്ടോ. കഴിച്ച് ആസ്വദിച്ച് നല്ല കമൻസ് പറഞ്ഞവരൊക്കെ ഇതിനകത്ത് എഗ്രി ചെയ്യണം കേട്ടോ. വന്ന് കമൻറ്റ് ഇടണേ. ഇതെങ്ങോട്ടേക്ക് പോകണമെന്നല്ലേ, തേങ്ങ പൊട്ടിക്കാനാട്ടോ. എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു പരിപാടി ഈ തേങ്ങ പൊട്ടിക്കൽ എന്നുള്ളത്. ഈ അവസരത്തിൽ എന്നെ സഹായിക്കുന്നത് ആരാന്നറിയോ? ഞങ്ങളുടെ ഹൗസ് ഓണറാണ്. ഹൗസ് ഓണർ ഇല്ലെന്നാ തോന്നണേ, ആൻറ്റി ഇവിടെ ഇല്ലെന്നാ തോന്നണേ. എന്തായാലും നോക്കിയേക്കാം. ഇതൊന്ന് പൊട്ടിച്ച് തരൂ. ഏതാ ഇവിടെ ആയിരുന്നോ? അങ്ങനെ കുറച്ച് നേരം ആൻറ്റിയുടെ അടുത്ത് വിശേഷമൊക്കെ പറഞ്ഞ് അവിടെ നിന്നതിന് ശേഷം ബാക്ക് ടു വർക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യണ്ടേ. അപ്പം ഇന്ന് നമ്മൾ മഷ്റൂം തോരനാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം അതെല്ലാം വൃത്തിയാക്കി അടുത്ത ടാസ്ക്. ഈ സവോള അരിയാൻ നേരത്ത് കണ്ണിൽ നിന്ന് വെള്ളം ചാടാതിരിക്കാൻ എന്തെങ്കിലും നിങ്ങൾക്ക് സൂത്രം അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ. ബിക്കോസ് എപ്പോൾ ഞാനിത് അരിയാനെടുത്താലും എനിക്കിതാണ് അവസ്ഥ, കണ്ണ് നിറയിട്ട് പാടില്ല. അപ്പം മഷ്റൂമൊക്കെ അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമുക്കിത് തോരൻ വെക്കാം കേട്ടോ. ചട്ടി വയ്ക്കുക, എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, തേങ്ങ കൊത്തിടുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില, പച്ചമുളക് എല്ലാം ഇട്ട് വഴറ്റുക. ദെൻ സവോള ആഡ് ചെയ്യണം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വെള്ളമുണ്ട കുറച്ചൊന്ന് വാടി വരുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ മഷ്റൂം ഇടുക. അത് നന്നായിട്ട് അടച്ച്, വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. എനിക്ക് വെള്ളം ഒഴിച്ച് ആദ്യം ഇത് ഫ്ലോപ്പായതാണ്. അപ്പം ഇത് തോരൻ അവിടെ ആയിരുന്നു ആവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് തുണികളൊക്കെ ഒന്ന് നിവർത്തി വയ്ക്കാം. അപ്പോൾ തുണിയൊക്കെ വിരിച്ചിട്ടതിന് ശേഷം ഇനിയും പരിപാടി ഉണ്ട് കേട്ടോ. നമുക്ക് കുളിക്കണം, പ്രാർത്ഥിക്കണം, ഫുഡ് കഴിക്കണം. പിന്നെ നാളത്തെ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. എന്തെല്ലാം ഉത്തരവാദിത്തപ്പെട്ട പണികളാണ് നമുക്കുള്ളതല്ലേ. അപ്പം ഇതാണ് ഇന്നത്തെ ഡിന്നർ കേട്ടോ. മുട്ട വറുത്തതുണ്ട്, ചാള വറ്റിച്ചതുണ്ട്, പിന്നെ നമ്മളിപ്പോൾ വെച്ച മഷ്റൂം കറിയുണ്ട്. എല്ലാം കൂടി കൂട്ടി കഴിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.